നമസ്കാരം. വേദിയിലെ പ്രിയപ്പെട്ട അധ്യക്ഷൻ നമ്മുടെ പ്രിയപ്പെട്ട രാജീവേട്ടൻ, ജയറാമേട്ടൻ, സിബി സാർ, തോമസ് മാസ്റ്റർ, നമ്മുടെ മേയർ ജോസ് ചാക്കോ പെരിയപ്പറം സാർ, ഡോക്ടർ, പിന്നെ സദസ്സിലെ പ്രിയപ്പെട്ടവരെ, ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. കാരണം പ്രിയപ്പെട്ട രാജീവ് സാറിൻ്റെ തുറന്ന മനസ്സിൻ്റെ ഒരു ഗന്ധം നിറഞ്ഞു നിൽക്കുന്ന ആർദ്ര സാന്ദ്രമായ ഒരു സായാഹ്നമാണ് നമ്മൾ കാണുന്നത്. ഇവിടെ പാർട്ടിയില്ല, രാഷ്ട്രീയമില്ല, എല്ലാവരും മുനിസിപ്പാലിറ്റിയില്ല, കോർപ്പറേഷനില്ല, എല്ലാവരും സന്തോഷത്തോടു കൂടിയിട്ടാണ് ഒരു മഹോത്സവമാക്കി ഈ ദിവസങ്ങളെ മാറ്റിയതിൻ്റെ സന്തോഷം എല്ലാ മുഖങ്ങളിലുമുണ്ട്. അതിൽ ഒരു സിനിമാ വിദ്യാർത്ഥി എന്നുള്ള രീതിയിലും ഒരു കൃഷിയെ സ്നേഹിക്കുന്ന ഒരാളെന്ന രീതിയിലും എനിക്കിവിടെ ഭയങ്കര സന്തോഷമാണ്. കാരണം ഒന്ന്, ഞാൻ ജീവിതത്തിൽ ലോകത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും സുന്ദരമായ സിനിമ ഞാൻ എൻ്റെ പല ഇന്റർവ്യൂസിലും പറയാറുണ്ട്, കിരീടമാണ്. കിരീടം ലോകത്തിലെ ഏറ്റവും മനോഹരമായ സിനിമ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരൻ ലോഹിദാസ് സാർ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സംവിധായകൻ സിബി സാർ, ശ്രീ മോഹൻലാൽ ഉന്നയിച്ച എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സംവിധായകൻ ഇവിടെ ഇരിക്കുന്നു. രണ്ടാമത് എൻ്റെ സ്വന്തം അപ്പച്ചൻ ഒരു ഈസ്റ്റർ ദിനത്തിലാണ് മേജർ അറ്റാക്ക് വന്ന് താഴെ വീഴുന്നത്. 3 വെസൽസിലും ബ്ലോക്കാണ്. 1% തിരിച്ചു കിട്ടാൻ സാധ്യതയില്ലാതെ വന്ന എൻ്റെ അപ്പച്ചൻ്റെ ജീവൻ തിരിച്ചിങ്ങനെ തന്നത് ഈ ജോസ് ചാക്കോ പെരിയപ്പറം സാർ. 750 പരസ്യചിത്രങ്ങൾ സംവിധാനം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ ഒരു താരത്തെ വെച്ചെടുക്കുന്ന ആദ്യത്തെ പരസ്യം പ്രിയപ്പെട്ട ജയറാമേട്ടനെ വെച്ചിട്ടാണ്. 2007 അന്ന് ആദ്യമായിട്ട് ജയറാമേട്ടൻ കഥ പറയാൻ വേണ്ടി എന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു, ഇതിന്റെ കഥ കേൾക്കാനായിട്ട്, ചെന്നൈയിലുള്ള അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക്. അപ്പൊ ചെന്നൈയിലുള്ള വീടിനെ കുറിച്ച് ഞാൻ കുറെ കേട്ടിട്ടുണ്ട്. ഭയങ്കര സ്വപ്നത്തോടു കൂടി ഞാൻ ഈ വീട്ടിൽ ചെല്ലുമ്പോൾ ജയറാമേട്ടൻ ഒത്തിരി കഥകൾ, സിനിമയുടെ പിന്നാമ്പുറത്തുള്ള ഒത്തിരി കഥകൾ പറഞ്ഞതിൻ്റെ ഒപ്പം എന്നെ ജയറാമേട്ടൻ ഇപ്പോഴും ഓർക്കുന്നുണ്ടാവും, വീട്ടിലുള്ള കൃഷിയിടം എന്നെ കൊണ്ടേ കാണിച്ചു. ജൈവ കൃഷി ഏറ്റവും മനോഹരമാണ്. ഞാൻ വീട്ടിൽ വന്നിട്ടും എന്റെ സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞു, എത്ര സുന്ദരമായിട്ടാണ് ചെന്നൈയിലെ ആ ചൂടത്ത് ജയറാമേട്ടൻ വീടിന്റെ ഉള്ള സ്ഥലത്ത് മനോഹരമായിട്ട് കൃഷി ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ജയറാമേട്ടൻ ഇവിടെ സംസാരിച്ച വാക്കുകൾ, ജയറാമേട്ടൻ ഞാൻ വളരെ കൗതുകത്തോടെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എത്ര മനോഹരമായിട്ടാണ് ജയറാമേട്ടൻ, ഒരു പോയിന്റ് പോലും നമുക്ക് ആവശ്യമില്ലാത്തില്ല, എല്ലാം കൃത്യമായിട്ട്. സിനിമയിൽ ഞാൻ പരിചയപ്പെട്ടിട്ടുള്ള ഏറ്റവും പച്ചയായ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് ജയറാമേട്ടൻ ഇതിമെന്ന് പറയുന്നതല്ല. അതിന്റെ കാരണം നമുക്ക് കാണാൻ പറ്റും, ഇന്ന് സിനിമയിൽ വന്ന ചെറിയ വേഷങ്ങൾ ചെയ്തവർ പോലും ഒരു ചെറിയ ഷോപ്പിംഗ് മോളിലേക്ക് ചെല്ലുമ്പോൾ തന്നെ ഒരു തൊപ്പി എടുത്ത് വെക്കും, വലിയൊരു മാസ്കും വലിയൊരു കൂളിംഗ് ഗ്ലാസും വെക്കും. എന്തിനാ വെക്കുന്നത്? ആൾക്കാർ തിരിച്ചറിയാതിരിക്കാനാണ്. ഇത് തിരിച്ചറിയാൻ എന്നെ ആരെങ്കിലും ഒന്ന് തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ എന്ന് കരുതി സ്വപ്നം കണ്ട് നടന്നിരുന്ന മനുഷ്യർ 2 or 3 സിനിമയിൽ അഭിനയിച്ചു കഴിയുമ്പോൾ അപ്പം തന്നെ മാസ്കായി, വലിയ കൂളിംഗ് ഗ്ലാസ് ആയി, വലിയ തൊപ്പിയായി. എന്താ? തിരിച്ചറിയാതിരിക്കാം. അവിടെയാണ് ഈ മനുഷ്യൻ മേള പ്രമാണിയായിട്ട് നിന്ന് കൊട്ടുന്നത്. 1000ങ്ങളുടെ 10,000ങ്ങളുടെ മുൻപിൽ ഒരു ആന നടന്നു വന്നാൽ എന്നെ ദൂരെ 100 മീറ്റർ അപ്പുറത്തെന്ന് പറയും, ഇത് ഏതാനയാണ്, അവന്റെ പാപ്പാനാണ്. പച്ച മനുഷ്യനായിട്ട് മണ്ണിൽ കാലുകുത്തി നിൽക്കുന്നവരുടെ കൂടെ നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ. നിങ്ങളുടെ മുഖത്തെല്ലാം ടോർച്ച് അടിക്കുന്ന പോലത്തെ ചിരി എനിക്ക് കാണാം. അത് സന്തോഷം തന്നെയല്ലേ? ദീർഘിപ്പിക്കുന്നില്ല. ഒരുപാട് സന്തോഷം. രാജീവേട്ടൻ ഞാൻ പറഞ്ഞു തുടങ്ങിയതുപോലെ ഒരു തുറന്ന പുസ്തകത്തിന്റെ ഗന്ധമാണ് രാജീവേട്ടൻ. ആ തുറന്ന പുസ്തകമാണ് നിങ്ങൾ എല്ലാവരും ഇവിടെ എത്തിച്ചിരിക്കുന്നത്. 26-ാം തീയതി മുതൽ ഇന്ന് വരെ ഇവിടെ നടന്നിരിക്കുന്ന ഈ മഹോത്സവം, കാർഷിക മഹോത്സവം, മനുഷ്യന്റെ വിശപ്പടക്കുന്നവർക്കാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അംഗീകാരം കൊടുക്കേണ്ടത്. മനുഷ്യന്റെ വിശപ്പടക്കുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ കൈയ്യടി കൊടുക്കേണ്ടത്. അങ്ങനെ മനുഷ്യന്റെ വിശപ്പ് ഓർഗാനിക്കായിട്ട് നടക്കുന്ന കുറേ കർഷകരുടെ കൂടിച്ചേരൽ നടക്കുന്ന, സംഗമിക്കുന്ന സ്ഥലം എന്നുള്ള രീതിയിൽ ഇത് വളരെ പരിപാവനമായ സ്ഥലമാണ്, പരിശുദ്ധമായ സ്ഥലമാണ്. ഈ സ്ഥലത്ത് എത്തിച്ചേരാൻ സാധിച്ചതിൽ ഞാനും കൃതജ്ഞനാണ്. ഒത്തിരി നന്ദിയുണ്ട് എന്നെ ക്ഷണിച്ചതിൽ. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ ഓണാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഉപഹാരം സ്വീകരിക്കുന്നതിനായി നമ്മുടെ എല്ലാം സ്നേഹനിധിയായ ശ്രീ ജിസ് ജോയെ ക്ഷണിക്കുന്നു.